നമസ്കാരം. ഹെയ്തി എന്ന രാജ്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കുറേ നാളുകളായി അവിടെ നിന്ന് വരുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവിടെ കുട്ടികൾക്കെതിരായ പീഡനങ്ങളൊക്കെ തന്നെ 1000 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് യുണിസെഫ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം 10 ഇരട്ടിയായി ഈ ഇത്തരം പീഡനങ്ങൾ കൂടിയതായിട്ടാണ് യുണിസെഫിൻ്റെ കണക്കുകൾ പറയുന്നത്. ഇതിന് ഉപോത്ബലകമായി ഈ ഒരു സംഭവം ഇപ്പോൾ യുണിസെഫ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 16-കാരിയായ ഒരു പെൺകുട്ടിയെ ഹെയ്തിയിലെ ഒരു മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോയ ഞെട്ടിക്കുന്ന കഥയാണ് അത്. ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഒരു വെയർഹൗസിലായിരുന്നു ഇവർ പാർപ്പിച്ചിരുന്നത്. കുട്ടിയെ ലഹരി മരുന്ന് കുത്തിവെച്ച ശേഷം ഇവർ ക്രൂരമായി മർദ്ദിക്കുകയും മാറി മാറി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ഏതാണ്ട് ഒരു മാസത്തോളമാണ് ഈ 16-കാരിയായ കുട്ടി ഇവരുടെ തടവിൽ കഴിഞ്ഞത്. ഈ പെൺകുട്ടിയെ വിട്ടുകിട്ടുന്നതിനായി വലിയൊരു തുകയാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ഇത്രയും വലിയ തുക നൽകാൻ കഴിയുകയില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് ഇവർ പെൺകുട്ടിയെ വിട്ടയക്കാൻ തയ്യാറായത്. ഹെയ്തി എന്ന രാജ്യത്ത് ഇപ്പോൾ സ്വന്തമായി അവിടെ പ്രസിഡൻറ്റോ പാർലമെൻറ്റോ ഒന്നും തന്നെയില്ല. ഒരു താൽക്കാലിക ഭരണകൂടമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നോക്കുന്നത്. പക്ഷേ ഹെയ്തിയിലെ അധോലോക സംഘങ്ങൾ, മാഫിയ സംഘങ്ങളൊക്കെ തന്നെ അവിടെ സർക്കാരിനേക്കാൾ പ്രബലരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പോലും ഈ അധോലോക സംഘങ്ങളിൽ അംഗമായി ചേർന്ന് ആയുധങ്ങളും എടുത്ത് കൊള്ളയ്ക്കും കൊലയ്ക്കുമെല്ലാം ഇറങ്ങുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി രാഷ്ട്രീയ അസ്ഥിരത കൊണ്ട് നട്ടം തിരിയുന്ന രാജ്യമാണ് ഹെയ്തി. ആ ഒരു സാഹചര്യത്തിലാണ് അവിടെ അധോലോക സംഘങ്ങൾ ശക്തി പ്രാപിക്കുകയും ഹെയ്തിയിലെ സർക്കാരിനെയും പട്ടാളത്തെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറാൻ അവർക്ക് കഴിഞ്ഞത്. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഹെയ്തിയിൽ അധോലോക സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് 5600 പേരാണ്. ഇത് 2023-നേക്കാൾ 1000-ഓളം പേർ കൂടുതലാണ് എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഹെയ്തിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം തേടി ഓടിപ്പോയ ആളുകളുടെ എണ്ണം 10 ലക്ഷം കവിയും എന്നാണ് കരുതപ്പെടുന്നത്. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ആ രാജ്യത്തൊന്നും തന്നെ യാതൊരു തരത്തിലുമുള്ള ജനാധിപത്യമോ മറ്റ് ക്രമസമാധാന സംവിധാനങ്ങളോ ഒന്നും തന്നെ നിലവിലില്ല എന്നുള്ളതാണ്. ലോകത്ത് ഒരുപക്ഷെ കുട്ടികൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന രാജ്യം ഹെയ്തി തന്നെ ആയിരിക്കാം. ഇവിടെ പ്രതിവർഷം 10 ലക്ഷത്തിലധികം കുട്ടികൾ ഈ ഇത്തരം മാഫിയ സംഘങ്ങളുടെ കൈകളിൽപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഈ മാഫിയ സംഘങ്ങൾ കൊച്ചുകുട്ടികളെ തങ്ങളുടെ അംഗങ്ങളായി ചേർക്കുകയും അവർക്ക് ആയുധ പരിശീലനം നൽകി കൊള്ളയ്ക്കും മറ്റുമായി പറഞ്ഞുവിടുകയും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ഭാവിക്ക് തന്നെ ദോഷകരമായ രീതിയിലേക്ക് മാറും എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ആരും ഇതേവരെ സജീവമായി ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരം. ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ ലോകത്ത് ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു രാജ്യത്ത് കുട്ടികൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നത്. യുണിസെഫ് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടു എങ്കിൽ പോലും ഇതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച യാതൊരു തരത്തിലുമുള്ള വിവരങ്ങളും യുണിസെഫും നൽകിയിട്ടില്ല.